ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ ഞാൻ തലയിലൊരു സാധനമൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫുള്ള് റാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് തല മൊത്തം. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏതായാലും എനിക്ക് ഇങ്ങനെ സംസാരിക്കും ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുക, എന്തോ മാതിരി. ഓക്കെ, സാരില്ല. അപ്പോൾ ഞാൻ നോർമലി മറ്റേ തോർത്തൊക്കെ വെച്ചിട്ടാണ് എന്നെ മുടി കെട്ടാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാറ്റി പിടിച്ചു ഗൈസ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു ചന്ദനമൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഭയങ്കര ഐശ്വര്യത്തോടു കൂടി ഇരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഞാൻ മാറ്റി പിടിച്ചു ഗൈസ് ഡ്രസ്സൊക്കെ. ഇന്ന് ഞാൻ കുർത്തിയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ വീട്ടിലിടണതാണ്, വീട്ടിലിടും പുറത്തുവിടും, മിക്സ്ഡാണ്. അപ്പം ഞാൻ തലയിൽ കെട്ടിയ സാധനത്തിൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷേ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇതെനിക്ക് പയ്യാക്കൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് PR വന്നിട്ടുണ്ടായിരുന്നതാണ്, കൊളാബിന് വന്നതായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. അതുകൊണ്ട് വീട്ടിലിപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ എണ്ണം കൂടിയുണ്ട്. നഴ്സും നീലും അമ്മയ്ക്കൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് ആർക്കും കൊടുക്കില്ല, കാരണം അവരെ ഹെയറിലത്തെ ഡേർട്ടൊക്കെ എൻ്റെ തലയിക്കാവും ഗൈസ്. അതുകൊണ്ട് ഇത് ഞാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ 2 എണ്ണം കൂടെ എക്സ്ട്രാ അവരെ പേജിൽ നിന്ന് വീണ്ടും ഓർഡർ ചെയ്തു. അത് ഞാൻ നോർമലി എൻ്റെ ക്യാഷ് കൊടുത്ത് ഓർഡർ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഇത് അവരെനിക്ക് കൊളാബിനായിട്ട് അയച്ചായിരുന്നു. കൊളാബിൻ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കൺവീനിയൻ്റ്. തല എത്ര ഇട്ട് കുലിക്കാലും ഇത് ഇളകാനൊന്നും പോകുന്നില്ല. പിന്നെ മൈക്രോ ഫൈബർ സംതിങ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേഗം മുടിയിട്ട് വെള്ളമൊക്കെ വലിച്ചെടുക്കും. ഓക്കെ, അപ്പം ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ആസ് ഓൾവേസ് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം സമയം 2 മണി ആവാനായിട്ടുണ്ട്. ഞാൻ കുറേ നേരം കുളിച്ചിട്ട് കുറേ നേരം തലയിൽ കെട്ടി നടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊക്കെ തന്നെ. പിന്നെന്താ, പുതിയ ഫോൺ കേസിൻ്റെ പട്ടിഷമല്ല ഗൈസ്. ഞാൻ ഈ ഫോൺ കേസ് ഇട്ടതിന് ശേഷം എനിക്ക് മിറർ വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ത്വര. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടിട്ട് എപ്പോഴും ഈ ഫോൺ കേസ് ഇട്ടതിന് ശേഷമാണ് ഞാൻ എപ്പോഴും മിറർ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം. ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് പണികളുള്ളതെന്ന് വെച്ചാൽ, എനിക്കിന്ന് റീൽസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത്ര തന്നെ. ഒരു മിനിറ്റ്, അത് അയക്കട്ടെ. എനിക്ക് സംസാരിക്കും ഭയങ്കര ചമ്മൽ. ഞാൻ അയക്കട്ടെ കേട്ടോ. ജനലൊക്കെ തുറന്നിടാം, നമുക്ക് പ്രകൃതിയെ എങ്ങനെയും പറയാം. ആസ് ഓൾവേസ് ഫാൻ ഓഫ് ആക്കാണ്ട് വീഡിയോ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, മൈക്കില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്കിത് അഴിക്കാം ഗൈസ്. ഇത് ഞാൻ ഹെയർ ഡ്രയർ കൊണ്ടാക്കിയ പോലെ ഉണങ്ങുന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ല രീതിക്ക് ഒരു വിധം ഉണങ്ങി കിട്ടിക്കോളും. ഇതെന്തത് ഇങ്ങനെ എണ്ണ തേച്ച പോലെ ഉണ്ട് വീഡിയോയിൽ കേട്ടോ. ഞാൻ ഒരു തുള്ളി എണ്ണ പോലും തേച്ചിട്ടില്ല. ഞാൻ വേഗം ഓടിപ്പോയി കുളിക്കാൻ കയറി, അല്ലെങ്കിൽ അമ്മ എണ്ണക്കുപ്പിയായിട്ട് വന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ സാരില്ല, അതിന് മുന്നിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വന്നോളൂ. വെക്കേഷൻ വേണ്ടാ തോന്നുന്നു അമ്മ വെറുതെ വിടുന്നത്. ഓക്കെ, മുടിയൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തൊടുമ്പോൾ ഇങ്ങനെ സാധാരണ ഞാൻ മുടി ഇതാക്കുമ്പോൾ ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ കിട്ടും. ഇപ്പോൾ വെള്ളമൊന്നും വരില്ല, നല്ലോണം വലിച്ചെടുക്കും. എന്നിട്ട് ഞാനിത് മറച്ചിടും, കാരണം ഇവിടെ ഒരു വെള്ളം അബ്സോർബ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു നമ്മുടെ കട്ടിലിൻ്റെ ആ ഒരു അറ്റത്തൊരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതും ഇങ്ങനെ വെക്കും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കോളും ഫാനൊക്കെ ഇടുമ്പോൾ. ഓക്കെ, പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് റീൽസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം വെക്കേഷൻ ഈ മെയ് മാസത്തിൽ ഞാൻ ഒറ്റ റീൽസ് എടുത്തിട്ടില്ല. എന്തൊക്കെയോ ഞാൻ ഇട്ടിരുന്നു. എനിക്ക് റീൽസ് എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, സമയം എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് 6 മണിക്ക് മുമ്പൊക്കെ എടുത്ത് തീർക്കാം, കാരണം 6 മണിക്ക് നോസ്ലർ ഏഷ്യനെറ്റിലുണ്ട്. അപ്പോൾ അതിരുന്ന് കാണണം. അപ്പോൾ 6 മണി മുതൽ 9 മണി വരെ അത്, പിന്നെ 9 മണി മുതൽ 10:30 വരെ നമുക്ക് ബിഗ് ബോസ് ഉണ്ട്. അപ്പോൾ 6 to 10:30 കണ്ടിന്യൂസ് ആവും TV. പക്ഷെ കുഴപ്പമില്ല, TV അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല. യൂട്യൂബ് വയ്ക്കും എന്നല്ലാതെ കാണാറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഇത് ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഇപ്പം തന്നെ പറയാം, ഈ വീഡിയോയിൽ കുറച്ചധികം ഞാൻ സംസാരിക്കുന്നുണ്ട്, കാരണം കുറച്ച് ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ്സ് പറഞ്ഞ് വരുമ്പോൾ സംസാരം കൂടുന്നതാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവെല്ലിൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഈ ഒരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു, ഫ്രീ ബീസ് 2 ബോക്സ് ഉണ്ട്. അത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഗൈസ്, എൻ്റെ കുർത്തി ഇട്ട് നടക്കുന്ന ഒരുത്തി കാണിച്ചേ, ഇതാ ഇടുവാ, പാൻറ് ഇട്ടിട്ടില്ലേ?
ഗൈസ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കുർത്തയാണ്. എൻ്റെ അടുത്ത് ഇന്നലെ അവള് കുറച്ച് നീങ്ങി ഈ ഒരു പച്ച കുർത്തയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുക്കില്ല പറഞ്ഞു, കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവളിപ്പോൾ ഇട്ടെടുക്കുന്നത് എനിക്ക് ആക്ച്വലി കുറച്ച് നല്ല ടൈറ്റ് ഉണ്ട്, കൈൻ്റെ അവിടെയൊക്കെ നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ അവൾക്ക് കൊടുത്തു, സ്വന്തമായിട്ട് എടുത്തോ പറഞ്ഞു. കാണുമ്പോൾ തന്നെ നല്ല ഭീകര ലുക്ക് ഉണ്ട്, എന്നാലും അത് ഇട്ട് നടക്കുക തന്നെ. കാണിച്ച് ഇവൾക്ക് ഇത് ഫുൾ സ്ലീവ് ആണ്, എനിക്ക് ശരിക്കും ഇത് 3/4 ഉള്ളൂ കേട്ടോ. ഇത് പാൻറ്റാ, പച്ച പാൻറ് അല്ലേ? കാണിച്ച്. ഓക്കെ ഗ്രേറ്റ്. ഇത് ഞെർസിൻ്റെ ടേബിളാണ് ഗൈസ്, അവൾ സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ അല്ല കേട്ടോ, നമ്മളവിടെ ആണി അടിച്ചിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നതാ. അത് തുടയ്ക്കാൻ വേണ്ടി കൂടുന്നപ്പോൾ ഇവിടെ വെച്ചതാണ് അവള്, നൈസായിട്ട്. ഓക്കെ, അപ്പം എന്താ പരിപാടി? സ്കിൻ കെയർ ആവൂല, ഒന്ന് കാണിച്ചേ. മോർണിംഗ് റൂട്ടീനാണ്. ഓക്കെ ഞാൻ സ്പ്രേ സംഭവങ്ങളൊക്കെ അടിച്ചു ഗൈസ്. ഇതാണ് അവളുടെ ഷെൽഫ്. ഓക്കെ തുടങ്ങി. ഞാനിങ്ങനെ ബോക്സുകളിലായിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺസ്ക്രീനും കുറച്ച് മോയ്സ്ചറൈസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ചീസിന്റെ ഡപ്പയിൽ ഞാൻ ചീസാക്കി വെച്ചിരിക്കാണ്. അത് സെബാമിഡിന്റെ ആണ് കേട്ടോ. സെബാമിഡിന് എനിക്കത് തീരെ ഇഷ്ടമല്ല ഉപയോഗിക്കാൻ, ഭയങ്കര എണ്ണമയ. അതുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കണം. ഇത് എന്തിനാ പിന്നെ ഇട്ടിട്ട് മുഖത്ത് ഇത്ര കുറച്ച്? അല്ല, ഭയങ്കര ഓയിലല്ലേ. കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ അവിടുന്ന് സൗണ്ട് ഒക്കെ കേൾക്കാം. ഓക്കെ, അത്ര വേണ്ട. അത് മുന്നിക്ക് വരുന്നുണ്ട്. ഇപ്പൊ വീഡിയോക്ക് വേണ്ടിട്ടാണ് ഇത്രയും ഡോട്ട് ഇല്ലാത്തത്, ഇല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടിട്ടാവൂലേ? ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നീലും ഞാനും ഇതേ കോയിൻസിഡൻസ് ആയിട്ട് പച്ചയൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു നീലും എൻ്റെ അടുത്ത് ഒരു സംഭവം ചെയ്തു തരാൻ പറഞ്ഞത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോയല്ലോ, അപ്പോൾ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അത് നമുക്കിങ്ങനെ പെന്നും പെൻസിലും ബുക്കും ഒക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിനായിട്ട്. അപ്പം എനിക്ക് മുമ്പ് കാർമസിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് അയച്ചിട്ടുള്ള ബോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ചെയ്യാൻ വിചാരിച്ചത്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡും കൂടിയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ കൊറിയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പർപ്പിളിൽ നിന്ന് ഇങ്ങനെ വരുന്നതിൻ്റെ നല്ല ബോക്സുകളാണ്. അപ്പം ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓരോ സെപ്പറേറ്ററും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കറക്റ്റ് അളവിനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഫൈനൽ ലുക്ക് എടുക്കാൻ വേണ്ടി മറന്നു സത്യത്തിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഫൈനൽ ലുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് ഫുള്ള് കൊടുത്ത്. കളർഫുള്ളൊന്നും ആക്കാൻ നിന്നില്ല, ഭയങ്കര ബോറാണ്. ഇപ്പോൾ കളർഫുൾ ആക്കിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ കൊളായി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഫുൾ ബ്ലാക്കാണ് ത്രൂ ഔട്ട് ആ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടിയിൽ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പുതിയ എന്താ പറയുക, ഷീറ്റായിരുന്നു ഞാൻ ആ ടേബിളും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓരോ ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പാറ്റേൺ പേപ്പർ പോലത്തെ ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഫ്രണ്ടിൽ മാത്രമേ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വെറുതെ പ്ലെയിനായി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ചെറിയൊരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ബോ പോലെയും കൂടെ ആക്കിയിട്ട് ആ ബോ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിൽ നിന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ഡിവൈഡ് ചെയ്തില്ല. ഫ്രണ്ടിൽ വന്നിട്ട് 2 കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ, ഓരോ സെക്ഷനിൽ ഓരോന്നായിട്ട് 3 വയ്ക്കുകയും ചെയ്യാൻ, ഡയറി ബോക്സ് അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് വയ്ക്കും ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീലും അവിടെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അപ്പോൾ ഒപ്പം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല്ലിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. ഗിഫ്റ്റ് മീൻസ് കുറച്ച് ഫ്രീ ബീസ് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് സംഭവം പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്താൻ ചാൻസ് ഇല്ല. ഒന്നെങ്കിൽ ഞാൻ അവരെ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ആ വീഡിയോ ഫസ്റ്റ് വരിക, ഓൾറെഡി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടതിന് ശേഷമായിരിക്കാം ആ വീഡിയോ വരാം, അറിയില്ല കേട്ടോ എപ്പോഴാണ് വരിക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവരുടെ മലപ്പുറത്തുള്ള ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ? അതെ, സൂപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇനി വരാതിരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്തായാലും അവിടെ പോയപ്പോൾ കാണിച്ചു കൊടുത്തോ, ഞങ്ങൾക്ക് 2 ബോക്സ് അവർ ഫ്രീ ബീസ് തന്നിട്ടുണ്ടായിരുന്നു. കാണിച്ചേ, 2 ഓക്കെ. അപ്പം നമുക്കിന്ന് തുറക്കാട്ടെ. ഞാൻ ഈ വീഡിയോ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഏതായാലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാലോ വിചാരിച്ചിട്ട് വെച്ചെടുക്കായിരുന്നു. ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്നല്ലാതെ ഫുൾ കവറൊന്നും തുറന്നെടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാം. തുറക്കല്ലേ? ഇതിൻ്റെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു കേക്ക് വരണ്ട. അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് ബോക്സിൽ വരുന്നത്. വാട്ടർ ബോട്ടിലാണ്, ഇങ്ങനെയുള്ള ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഇൻ്റർവെല്ലിന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അവരുടെ ഓഫീസിൽ പോയപ്പോൾ ഭയങ്കര ഒരു ലുക്കിൽ അവർ ഗോൾഡ് കളറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ, ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ബോട്ടിൽ വന്നിട്ട്. കീച്ചെയിൻ നമുക്ക് ഇവിടെ കീ ചെയിൻ ഹാങ് ചെയ്യാനാ തോന്നുന്നു അങ്ങനെ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് നോർമൽ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലുക്ക് ഉണ്ട് കാണാൻ. അതെ. പിന്നെ അടുത്തത് ഒരു മഗ്ഗാണ്. കാണിച്ചോ. ഒരു റെഡ് കളർ അല്ല, റെഡ് അല്ല, സോറി, ഇതുപോലെ തന്നെ വൈറ്റ്. അത് ഞാൻ തുറന്നിട്ടുണ്ടാവുന്നില്ല. പാക്കിലാണ്. നമുക്കിത് തുറന്നു. നല്ല ആയിക്കോട്ടെ. ഓക്കെ. നല്ല അടിപൊളി മഗ്ഗാണ്. ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സൊക്കെ ഉണ്ട് അവർക്ക്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ക്യൂട്ടായിട്ട് കൊടുത്തേക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണല്ലോ. ഇതാ ഒരു വൈറ്റ് മഗ് ആൻഡ് ബാക്കിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? തല തിരിഞ്ഞിട്ട് അതിൽ കാണുന്നത് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡിവിജ്വൽ ട്യൂഷൻ ഗ്രൂപ്പ് കോൺസെപ്റ്റ്. ചായ കുടിക്കാൻ അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഇതിൽ ചായ ഇടാനല്ല പോകുന്നത്. ചേച്ചി ഇങ്ങനത്തെ അടിപൊളി സാധനം ഇട്ട് ഇതിൽ ചായ ഇട്ട് കുടിക്കില്ല. ഞങ്ങളൊക്കെ അപ്പൊ തന്നെ എടുത്ത് കുടിക്കും. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ പെന്നും ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാനിത് ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം. 3 കപ്പ്. ഓക്കെ. അപ്പോൾ ഇതാണ് അടുത്ത സംഭവം. അവർക്ക് നീക്കശുവി ഉണ്ടാക്കാം. നെക്സ്റ്റ് അടുത്തത് സെക്കൻഡ് പെട്ടിയാണ്. ഇതിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. തുറക്കുമ്പോ തന്നെ ഇങ്ങനെയാണ് വെൽക്കം ടു ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസം. ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ, സെക്കൻഡ് ഞാൻ. ഫസ്റ്റ് നമുക്ക് ഒരു പാക്കറ്റ് സ്റ്റിക്കറാണ് വരുന്നത്. അയ്യോ നല്ല ക്യൂട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഇങ്ങനെ താങ്ക് യു ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഡു ഇറ്റ് നൗ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എവിടെ? ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. ഇത് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള നമ്മുടെ ജെറുസലിൻ ഫോക്കസ് സ്റ്റിക്കേഴ്സ്. നല്ല ക്യൂട്ടുണ്ടല്ലേ കാണാൻ. ഞങ്ങൾ എങ്ങനെയെങ്കിലും തല്ലുകൂടാതെ ഷെയർ ഇട്ടെടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ. അടുത്തത് നമ്മളൊരു ലേബിളാണ്. കണ്ടോ, എന്താ ഒരു കുട്ടികളുടെയും പിന്നെ കുറെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ലേബിളാണ് കേട്ടോ. ഇത് സ്റ്റിക്കറാണോ? തോന്നുന്നു. ഇത് സ്റ്റിക്കറാണ്. ഈ റൗണ്ട് സ്റ്റിക്കറാണ്. നല്ല അടിപൊളി ലേബിൾ, നല്ല യൂസ്ഫുൾ ആണ്. അടുത്തത് കാണിച്ചു. അടുത്തത് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നൊരു ഡാർക്ക് ഫാന്റസിയാണ്. ഫ്രീബീസിന്റെ കൂടെ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതില് ഒരുപാട് എഴുതി എൻജോയ് ചെയ്തിട്ട് അതിന്റെ ഒപ്പം കഴിക്കാനായിട്ട്. ഓക്കെ. ഇത് ഒരു ഡാർക്ക് ഫാന്റസി ചോക്ലേറ്റ് അല്ല ചോക്കോ ഫീൽസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. നമുക്ക് അടുത്തതായിട്ട് ഇതെടുക്കാം. ഇത് ഇങ്ങനെ മറ്റേ ആൽഫബറ്റ്സ് ഉള്ളതാണെന്ന് തോന്നുന്നു. നമുക്ക് തുറന്നിട്ടില്ല. ഇത് ബുക്കല്ല കേട്ടോ. ഞാൻ ബുക്കാണ്. ഇത് നമുക്ക് ചെറിയ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പഠിപ്പിക്കില്ലേ? എന്താ A for ആപ്പിൾ, അതുപോലെ B for ബോൾ, D for ഡക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാധനമാണ് കേട്ടോ. ഇവിടുത്തെ ഇതിലൂടെ കാർഡാണ്. കുഞ്ഞു പിള്ളേരൊന്നും ഇവിടെ ഇല്ല. എന്നാലും കുഴപ്പമില്ല. നമുക്ക് തുമ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ഉണ്ണിയുണ്ട്. അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് സെറ്റ്. ഇതാണ് അടുത്ത് കുഞ്ഞിത്. ഓക്കെ. അടുത്ത് കാണിച്ചോ. അടുത്തത് ഇത് നമ്മൾക്ക് എന്തുട്ടാ റബ്ബർ ആയിട്ടാണല്ലേ? റബ്ബർ അല്ലേ? എന്തോ ഇത് റബ്ബർ ആയിട്ടാണ് വരുന്നത്. എടുത്തു പോയി ചെയ്തപ്പോൾ സൗണ്ട് കേൾക്കാൻ രസാവും. No need of കത്തര guys. പൊട്ടിച്ചില്ല. അതിങ്ങനെ പൊട്ടിക്കാം. നമുക്ക് കിട്ടി. ഇതാണോ റബ്ബർ? നമുക്ക് അടയ്ക്കാൻ പറ്റും. അതേപോലെ ഫോക്കസ് ആക്ക്. അടയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇങ്ങനെ തുറക്കാം. ഇങ്ങനെയാണോ? എന്തെങ്കിലും ഒരു ഇതുണ്ടാവാതിരിക്കില്ല. ഇങ്ങനെ കണ്ടോ? ലവ് ഷേപ്പിലായി. ഫോക്കസ് പ്രശ്നമുണ്ടോ? ഓക്കെ. ഇങ്ങനെ ആക്കുക. ഇത് അടയ്ക്കും ചെയ്യാം, തുറക്കും ചെയ്യാം. റബ്ബർ നമുക്ക് ഇങ്ങനെ അടച്ചിട്ട് ഇറേസർ. അടുത്തത് ഞാനാണ്. ഇത് സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ.
ആ തുറന്നു എന്തായാലും ആവശ്യം ചിക്കൻ നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഓർമ്മയ്ക്ക് എനിക്ക് ഒരെണ്ണം വേണം കേട്ടോ ഗൈസ്. തരാട്ടോ. ഇത് ഫുൾ കളർഫുള്ളാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കട്ട 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 നല്ല കട്ടകളായിട്ടാണ് നോക്കിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പറിച്ചത് നല്ല സാധനം. ഇങ്ങനെ കളർഫുള്ളാണ് റെയിൻബോ. അടുത്തത് ഞാൻ ചേച്ചിയില്ലേ? അടുത്തത് വന്നിട്ട് ഒരു പെന്നാണ് കേട്ടോ. നല്ല ഫ്ലെയറിന്റെ ഒരു പെന്നാണ്. തുറക്കണം. തുറക്കാം. ഏതായാലും ആവശ്യമുള്ള സാധനങ്ങളല്ലേ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നല്ല ലുക്ക് ബ്ലാക്ക് കളറാണെന്ന് തോന്നുന്നു. ബ്ലൂ ബ്ലൂ ആണ് ഗൈസ്. ബ്ലൂ ആണ് ഗൈസ്. ഞങ്ങൾക്ക് ബ്ലാക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ബ്ലൂ കിട്ടി. ഒരു ലവ് ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഇതാണ് പെൻ. ഇനി അടുത്ത നഴ്സ് എടുത്തോ. നീലു. ഞാൻ നീലു എടുത്തോ. ഇനി നമുക്ക് എടുത്ത് ഇതെടുക്കാം. ഇത് വേണം. അത് ലാസ്റ്റ്. ഇത് നമുക്ക് നേരത്തെ ഇതുപോലെ ഒരു ഇറേസർ കിട്ടി. നമുക്ക് ഇത് ഒരു എന്താ പറയാ, നമ്മുടെ കട്ടറില്ലേ, കട്ടറാണ്. ഷാർപ്പ്നർ. തുറക്കാനുള്ളൊരു ഐഡിയ അല്ല. എനിക്കിത് ഇങ്ങനെ തുറക്കാൻ ഐഡിയ ഇല്ല, പക്ഷെ ചേച്ചിക്ക് ഇറേസർ ഉണ്ട് തോന്നുന്നു മേലെ. ഉണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല രസമാണിത്. നമുക്ക് ഇറേസറായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ കട്ടറായിട്ട് യൂസ് ചെയ്യാം. ഷാർപ്പണറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ബ്ലൂ ഓക്കെ. ഇത് ഇതിനെന്താ പറയാ? ഇത് ബുക്ക് മാർക്കാണ് കേട്ടോ. അത് അതെ, ബുക്കിന്റെ നമ്മൾ ബുക്കൊക്കെ വായിച്ചതിന് ശേഷം പേജും പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കണം. അത് തുറന്നു. അത് ജസ്റ്റ് കളയണ്ട, അത് ഇവിടെ ഇങ്ങനെ വെച്ചു. ഇതുപോലെ ഇങ്ങനെ പോലെ ആയിട്ടുള്ളതുണ്ട്. പിന്നെ രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ മാർക്ക് ചെയ്യണ സ്കെച്ചാണ്, ഹൈലൈറ്റർ. അടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് 2 പെൻസിൽ ആവശ്യമുണ്ട്. പിന്നെ എന്താ പറയുക, കീച്ചെയിൻ അല്ല, നമ്മുടെ ബാഗിൽ തൂക്കിയിടില്ലേ, അതന്നെ കീച്ചെയിൻ. ഓ, എന്താ കോയിൻസിഡൻസ്. ഇതിനെന്തോ ഒരു പേര് പറയും, ഒരു ബാൻഡ് പോലത്തെ സംഭവമാണ്. അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഗ്രോ വിത്ത് ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡിവിജ്വൽ ട്യൂഷൻ കോൺസെപ്റ്റ്. ലാസ്റ്റ് സംഭവം. ഓ, ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഇതൊരു ഡയറി ആണ് കൊടുത്തിട്ടുള്ളത്, ടോംസിന്റെ ആണ്. ഓക്കെ ഗൈസ്, നമുക്ക് നല്ല രസമുണ്ടല്ലോ. ഇതിലേതാ നമുക്ക് തോന്നില്ല. അത് ശരിയാട്ടോ. അതെ, നമ്മളിങ്ങനെ പൂത്തി വെച്ചുകൊണ്ടേ പൂത്തി റൗണ്ട് പോലെ അല്ലേ, ഈ ഒരു എഡ്ജിലൊക്കെ റൗണ്ട്. അതെ അതെ, സാധാരണ നമ്മൾക്ക് എഡ്ജിൽ റൗണ്ട് അല്ല ഉണ്ടാവുക. നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് ഓക്കെ ഗൈസ്, കഴിഞ്ഞു. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ബോക്സിൽ. സോ എന്തായാലും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ 3 എണ്ണം കൂടെ വന്നിരുന്നത്. എന്തായാലും നമുക്ക് ASMR കൂടി ആയാലോ, വേണോ? ആൾക്കാർ ഓടും വേണ്ട, നിങ്ങൾക്ക് കൂടി തരാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ASMR ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണി 4:15 ആകുമ്പോൾ ഞാൻ റീൽസ് എടുക്കാമല്ലോ വിചാരിച്ച് പോയിട്ടോ. അപ്പോൾ നീല അവിടുന്ന് സൈഡിൽ നിന്ന് വീശി തരുന്നുണ്ടായിരുന്നു. അത് സത്യത്തിൽ ക്യാമറയിൽ നല്ലോണം കാണാണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗമൊന്നും ഞാൻ ആഡ് ചെയ്തില്ല കേട്ടോ. റീലിട്ടപ്പോൾ ഇട്ടിട്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതിലാണ് ഞാൻ റീൽസ് എഡിറ്റ് ചെയ്യാറുള്ളതെന്ന്. ഞാൻ റീൽസ് ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുക. നോർമൽ യൂട്യൂബിലേക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വീറ്റയിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് മുടി അയച്ചിട്ടെടുത്തു. പിന്നെന്താ മുടി കെട്ടി വെച്ചിട്ട് എൻ്റെ ഈ ഡ്രസ്സ് മറ്റേ കുർത്തിയാണ് കേട്ടോ. നമ്മളന്ന് സാരി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു കുർത്തിയായിരുന്നു.
അപ്പോൾ ഈ കുർത്ത ഇട്ടിട്ടുള്ള ഫസ്റ്റ് റീൽസ് ആയിരുന്നു. അപ്പോൾ ഞാൻ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഫോട്ടോസൊക്കെ നല്ലത് എടുത്തിട്ട്. അപ്പോൾ എടുക്കാമല്ലോ വിചാരിച്ച് കുറേ ഫോട്ടോസ് എടുത്തിരുന്നിട്ട് ആകെ ഒരു 4-5 എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ടായിട്ടും റീലായിട്ടും. ഷോർട്ടല്ല, സോറി, യൂട്യൂബിലാണ് ഷോർട്ട്, റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള അതാവും ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എണീക്കുമ്പോൾ അല്ലേ ഗൈസ് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഏകദേശം 12 മണിക്ക് ആവാറുണ്ട് ഈ ഡേറ്റ് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉച്ച സമയം ആകുമ്പോഴേക്കാണ് എനിക്ക് എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റുക. അത് ഞാൻ വേണം വെച്ച് ചെയ്യുന്നതല്ല. പിന്നെ സ്കൂളിലെ ദിവസം മുമ്പ്, ഇപ്പോൾ വെക്കേഷൻ്റെ കാര്യമല്ലാതെ മുമ്പത്തെ കാര്യമാണെങ്കിലും രാവിലെ എപ്പോഴും ഞാൻ എടുക്കാൻ മറക്കും. പിന്നെ വൈകുന്നേരമാണ് ഓർമ്മ വരിക, അപ്പോൾ വൈകുന്നേരം എടുക്കും, അങ്ങനെയാണ്. പക്ഷേ ഈ ഡേറ്റുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ മാക്സിമം മോർണിംഗ് മുതൽ തന്നെയാണ് എടുക്കാറ്. രാത്രി വരെയൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ഈ വീഡിയോ ഫുൾ ഡേ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. രാവിലെ മുതൽ ഫുൾ ഡേ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഇത്രയും ലോങ് ആയിട്ട് വന്നത്. നോർമലി ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഇത്ര ലോങ് ആയിട്ട് ഇപ്പോൾ എടുത്തൊന്നും വരാറില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് സ്ലോമോ കൊടുത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ഒരു രസത്തിന് കൊടുത്തതായിരുന്നു. അത് കഴിഞ്ഞ് റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഓൺ വോയിസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്താണ്. നെർസ് ടാങ്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നെർസ് നീലിപ്പോൾ ടാങ്കും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് നന്നായിട്ടത് ഉണ്ടാക്കുന്നത്. അവർ ഒറ്റയ്ക്ക് എന്നെ പോയി കലക്കി കുടിക്കാനാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഭയങ്കര ലാഭമായി. ഇടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം തുടക്കമല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഗ്രാജുവലി ആ ഇഷ്ടം പോയിക്കോളൂ കേട്ടോ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് ഓസ്ലർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രൊമോ കണ്ടിട്ട് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം 6 മണിക്ക് മറക്കാതിരിക്കാൻ. കറക്റ്റ് 6 മണിക്ക് ഞങ്ങൾ വെക്കും ചെയ്തു. അലാറമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര ത്വരയോട് കൂടിയായിരുന്നു കാണുന്നുണ്ടായിരുന്നു. നമ്മൾ തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അച്ഛനായിരുന്നു പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും അടിപൊളിയായിരുന്നു. അത് ഏകദേശം 9 മണി വരെ അതൊക്കെ കണ്ടു. കറക്റ്റ് 9 മണിയായപ്പോൾ നമ്മൾ അടുത്തതും വന്നു. ബിഗ് ബോസ് ആയിരുന്നു. ഇന്ന് ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡല്ലേ ഗൈസ്, അതിൽ 5 മിനിറ്റ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 8:55 കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ കാണുന്നത്. അച്ഛനിന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല കുറച്ച്, അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയപ്പോൾ അച്ഛനും അവിടെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അമ്മ ഇതേ കിടക്കുന്നു, നീലും ഇതേ ഇരിക്കുന്നു. നെർസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യിപ്പി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്. സോ മമ്മി അത് ഉണ്ടാക്കി കൊടുന്നു ഗൈസ്, മമ്മി സ്നേഹം. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യിപ്പിയാണ് എനിക്കിഷ്ടം, ഉണ്ണികൾക്കൊക്കെ മാഗിയാണ് ഇഷ്ടമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് പാതിരയ്ക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു പൂതി വന്നത്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും നെർസും കൂടിയാണ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ സമക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. കറക്റ്റ് ഒറ്റത്തിങ് സ്റ്റോപ്പിലായിട്ടാണ് വരുന്നത്. ജസ്റ്റ് നടന്നു പോകാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലായിട്ട് നമ്മളെന്നാളൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഷവർ മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് തുടങ്ങിയിട്ട് പറഞ്ഞില്ലേ, കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഷവർമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ കാണുന്ന ഷോപ്പ് ഗൈസ്. അപ്പോൾ എല്ലാതും എടുത്തെടുത്താണ്. അപ്പോൾ നമ്മൾ സമക്കിൽ എന്താ പറയുക, ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി വാങ്ങാമല്ലോ വിചാരിച്ചിട്ട് അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ കുറേ ചെക്കിരിഞ്ഞ് അങ്ങനെ അവസാനം ഏതൊക്കെയോ ഒരു ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ബോക്സിൽ ഹൽവ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് 2 മതിയെന്ന്, പക്ഷേ അച്ഛൻ നിങ്ങളെ മധുരമുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛനും ഒരു 4-5 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സിന് 10 രൂപ അങ്ങനെ എന്തായിരുന്നു. പിന്നെ ഗൈസ് നെർസിൻ്റെ ഒരു ക്യൂട്ട് എക്സ്പ്രഷൻ ഇപ്പോൾ വന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ സ്ലോ മോട്ടിട്ട് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ട് അങ്ങനെ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയി അത് കഴിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാനായിട്ടുണ്ട്. 10:30 കഴിഞ്ഞു, ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. സത്യം പറയാൻ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചാണ് ഐസ്ക്രീം ഏതൊക്കെ ഫ്ലേവർ വാങ്ങി കഴിച്ചു എന്ന്. പക്ഷെ ആ ഒരു ആക്രാന്തത്തിൽ എല്ലാവരും ഒറ്റയ്ക്ക് പൊട്ടിച്ച് കഴിച്ചു. അപ്പോഴേക്കും വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞു. വീഡിയോ കട്ടായോ? ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്, സോറി ഗൈസ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്താണ്, പിന്നെ ഞാൻ മേലൊന്നും ഇപ്പോൾ കഴുകുന്നില്ല, കാരണം ഇപ്പോൾ ചൂടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വേറെ തൊട്ടിയിട്ടുള്ള അവസ്ഥയൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഞാൻ ഉച്ചയ്ക്ക് ആയി എന്തായാലും കുളിക്കാനൊക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ മേലെഴുകുന്നില്ല. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമുക്കിനി കുറച്ച് എൻ്റെ രാത്രി സ്കിൻ കെയർ എന്നൊന്നും ഞാൻ പറയില്ല. സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തോടു കൂടി സ്കിന്നിനെ കൊണ്ടുനടക്കുക, അങ്ങനെ കൊണ്ടുനടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ തീരെ നടക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ചില സമയത്ത് ഫേസ് വാഷ് ചെയ്യും മേലെഴുകുന്നതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ പോയി ഫേസ് ഒന്ന് വാഷ് ചെയ്യാം ഗൈസ്. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടില്ല. സാധാരണ മേലെഴുകുന്ന ദിവസമാണെങ്കിൽ ഞാൻ മേലെഴുകുന്നതിൻ്റെ കൂടെ കഴുകുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മുഖം കഴുകാൻ, ഇനിയിപ്പോൾ എന്തായാലും ബാത്റൂം വരെ ക്യാമറ കൊണ്ടുപോകാൻ വെച്ചാൽ
കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കഴുകിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ മുഖക്ക് ഞാൻ കഴുകി വന്നിട്ടുണ്ട്. ഞാൻ ഐലൈനർ ചെയ്തതിന് ചെറിയൊരു കറുപ്പ് കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്തായാലും പോയിട്ടുണ്ട്. റീൽസൊക്കെ എടുത്തോണ്ടേ. ഓക്കെ, അടുത്തായിട്ട് മുഖത്ത് ഞാൻ 2 ഐറ്റംസ് ഈ മോയ്സ്ചറൈസർ ഇടും. ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. നല്ല തണുപ്പാട്ടോ, എന്താണെന്ന് അറിയില്ല. മുമ്പ് ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരുവിധ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര സുഖം കൊണ്ട് തേക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ തേക്കാൻ എനിക്ക് ഭയങ്കര മടിയാവുമെങ്കിലും ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാക്കി തേക്കാൻ. നമ്മുടെ ഈ ക്രീം തേക്കുമ്പോൾ കണ്ണിൻ്റെ അവിടേക്ക്, നോർമൽ ക്രീമുകൾ സൺസ്ക്രീൻ അല്ലാതെ കണ്ണിൻ്റെ അവിടേക്ക് ഇങ്ങനെ ആക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ ആക്കിയായിരുന്നു, ഇപ്പം ആക്കാറില്ല ഗൈസ്. അങ്ങനെ ചെയ്യരുത്. ചെയ്താൽ ഇവിടെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പിമ്പിൾസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 2-3 റീൽസ്. സോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. സാധാരണ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു തിരുമ്പല. അപ്പോൾ ശരിക്കും നല്ല സുഖം ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ചെയ്യാൻ പാടില്ല. ഓക്കെ ഗൈസ്, നമുക്ക് അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് ബെല്ല വീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഐ ലിഫ്റ്റ് അണ്ടർ ഐ ജെൽ ക്രീമാണ്. ഇത് സത്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ സ്മിറ്റൻ നിന്ന് ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അത് ലൈക്ക് നോർമലായിട്ട് വന്ന ഡാർക്ക് സർക്കിൾസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു 10 വയസ്സിന് മുമ്പായിട്ട് തന്നെ ഡാർക്ക് സർക്കിൾസ് പോലെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു കുഴി പോലെ ചെറുതായിട്ടുണ്ട്. സംഭവം എനിക്ക് തോന്നുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് അറിയില്ല. എൻ്റെ അമ്മയ്ക്കുണ്ട്. സത്യത്തിൽ അമ്മയ്ക്ക് നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അത് ഇപ്പോൾ വന്നതാണ് കേട്ടോ, പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് അമ്മ എന്ത് സുന്ദരിയായിരുന്നു. ഞാൻ റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ അങ്ങനെ നല്ലോണം വന്നിട്ടുണ്ട്. എനിക്കിത് ഇങ്ങനെ കളഞ്ഞിരിക്കണം വലുതാവുമ്പോഴേക്കും. ഞാനിങ്ങനെ വലുതാവും തോറും അതിങ്ങനെ കൂടി വരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ തപ്പിയിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഞാൻ സ്മിറ്റനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രയലായിട്ട്. ഇത് ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. 200 സംതിങ് ആയിരുന്നു അതിൻ്റെ പ്രൈസ് വന്നത്. കുറച്ച് ചെറുതാണ്, പക്ഷെ നല്ലോണം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാനിതിപ്പോൾ കുറേ ആയി ഉപയോഗിക്കുന്നത്. അതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. മിക്ക സ്കിൻ കെയർ ഞാൻ ചെയ്യുമ്പോഴും ഈ ഒരു സാധനമാണ് മെയിനായിട്ട്. അണ്ടർ ഐയിൽ തേക്കണമെങ്കിൽ ഇതാണ് ഞാൻ തേക്കാറുള്ളൂ കേട്ടോ. ഇതെല്ലാവർക്കും റിസൾട്ട് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കുക. ലിപ് ബാമാണ് ഇത്. വന്നിട്ട് വാസ്ലിനാണ് ഞാൻ തേക്കാറ്. കണ്ടോ, ഇത്ര ഞാൻ തീർത്തു. എനിക്കിതാണ് ഇഷ്ടം. രാത്രി ഇത് തേക്കാൻ പാടില്ല, പുറത്ത് മോർണിംഗ് ഡേ ടൈമിൽ ഇത് തേക്കാൻ പാടില്ല. വേണ്ട, അതിടണ്ട. ഓക്കെ ഗൈസ്, നമ്മൾ ലിപ് ബാം ഡൺ. ഇനി അടുത്തതായിട്ട് ഹെയർ ഞാൻ റോസ്മേരിയാണ് ഉപയോഗിക്കുന്നത്. ഉപ്സി തീർന്നതാട്ടോ, കുറച്ചുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ചോർക്ക് അറിയാമായിരിക്കും ഇത് എത്രത്തോളം റിസൾട്ട് തന്നിട്ടുണ്ടെന്ന്. എസ്പെഷ്യലി എൻ്റെ മുടിയാണെങ്കിൽ തീരെ കട്ടിയില്ലാത്ത മുടിയാണ്. കുറച്ച് സ്റ്റൈലിൽ ചില സമയത്ത് നമ്മൾ ചീകിട്ടൊക്കെ എടുക്കും എന്നല്ലാതെ തീരെ കട്ടിയില്ലാത്ത മുടിയാണ്. നീ ഒന്ന് റീഫിൽ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് ആൽപ്സിൻ്റെ റീഫിൽ പാക്കാണ്. റോസ്മേരി വാട്ടറിൻ്റെ 300 ml ആണ് വരുന്നത്. ഇതിൻ്റെ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പൂട്ടിയിടും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇതിങ്ങനെ പോവും. സഹോദരിമാർ വന്നതാണ്. നമുക്കിത് റീഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ റീഫിൽ ചെയ്യാത്ത പുതിയ പാക്കായിട്ടില്ല, അതുകൊണ്ടാണ് റീഫിൽ ചെയ്യുന്നത്. എനിക്ക് റീഫിൽ ചെയ്യണം. നിൻ്റെ കഴിഞ്ഞാ? ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടോ. ആദ്യം ഞാൻ മാത്രമായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് വന്നപ്പോൾ അമ്മ ഉപയോഗിക്കാൻ തുടങ്ങി, നീലും ഉപയോഗിക്കാനും തുടങ്ങിട്ടോ. അച്ഛന് ഞാൻ ഇടയ്ക്ക് അടിച്ചു കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ മുട്ട കാണുമ്പോൾ എനിക്ക് അടിച്ചു കൊടുക്കാൻ തോന്നും. അപ്പോൾ വെറുതെ പോയി അടിച്ചു കൊടുക്കുന്നല്ലാതെ വേറെ ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നെർസിന് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. നമുക്ക് റീഫിൽ ചെയ്യുന്നുണ്ട്, തീരുമ്പോൾ പേടിക്കണ്ട. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് തണുപ്പാണെന്നറിയോ. ഇപ്പം എന്താണെന്നറിയോ, എല്ലാ പ്രൊഡക്റ്റിനും
ഒടുക്കത്തെ തണുപ്പ്, അതുകൊണ്ട് തന്നെ കുളിക്കാനും തോന്നാറില്ല ഇപ്പൊ സത്യം പറഞ്ഞു. ഞങ്ങളുടെ തണുക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അമ്പോ ബുദ്ധി. നിങ്ങളുടെ വന്ന ക്യാമറയ്ക്ക് വാ, നിന്റെ കുർത്തിട്ട് നടക്കുക. എന്റെ ഈശ്വര, നീ ഫുള്ള് തീർത്ത. ആ ലളിത വേണ്ട വേണ്ട, അത് പോവും. അത് സത്യത്തിൽ എന്റെ കയ്യിൽ നിന്ന് തന്നെ പോവാറുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ആയത് ഉപയോഗിക്കാൻ. ഞാനിവിടെ തുള്ളിത്തോണ്ട് വേണ്ട. അപ്പൊ ഇതാണ് കാണട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ മുടിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നീലുവിൻ്റെ ഏതായാലും റീഫിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുറച്ച് ബോട്ടിൽസ് ഉണ്ട് ഓൾറെഡി. നമ്മളിങ്ങനെ റീഫിൽ പാക്ക് ഇപ്പം എടുത്താണല്ലോ വന്നത്. അതിന് മുന്നേ നമ്മളിതുപോലെ വാങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് കുറേ ബോട്ടിലുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് അയ്യോ കുടുങ്ങിയോ. കുറച്ച് ഡേഞ്ചറാണ് ഗൈസ്, ഇതിങ്ങനെ ടൈറ്റ് ആവുന്നുണ്ട്. ഏതായാലും ഇത് തീർന്നു. നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപതിൻ്റെ. അപ്പം നമുക്ക് ഇനി കിടന്ന് ഉറങ്ങാൻ പോകാം ഗൈസ്. റൂമിലൊക്കെ എത്തിയപ്പോൾ നീലു ടീച്ചറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മേനെയും അച്ഛനും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് തരുമായിരുന്നു. അത് കേട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്താണ്. അത് കഴിഞ്ഞിട്ട് വെറുതെ ഔട്ടറൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്നാപ്പിൽ പോയിട്ട് കുറച്ച് എൻ്റെ ഫേവറേറ്റ് എഫക്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു. ഈ നായയുടെ എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേഴ്സും ഓടി വന്നു ഗൈസ്. ദി ക്യൂട്ട് പോസസ്. അതെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്ന് അത്യാവശ്യം ലോങ് വീഡിയോ ആയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ എല്ലാം അതും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഫുൾ ത്രൂ ഔട്ട് ഡേ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത്ര ലോങ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടീച്ചറും ഭയങ്കര പഠിപ്പിക്കലായിരുന്നു. അപ്പോൾ ഇത്ര വിടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.